കണ്ണേട്ടാ എനിക്കൊരു കാര്യം പറയാണ്ടായിരുന്നു. എന്താ ഇങ്ങനെ അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ, കേസായി കഴിഞ്ഞാൽ ഇത് പുറത്ത് സെറ്റിൽമെന്റ് നടക്കുകയും അപ്പൊ അതിലൂടെ ഒരു വരുമാനം അല്ലെങ്കിൽ ഒരു സാമ്പത്തികം ഉണ്ടാക്കാം എന്നുള്ളൊരു ചിന്തയായിരിക്കും ഇവരെ കൊണ്ടൊക്കെ ഇത് ചെയ്യിപ്പിക്കുന്നുണ്ടോ? കാര്യത്തിലേക്ക് ഇതുവരെ കടന്നില്ല. കം ടു ദ പോയിന്റ്. ഇത് എങ്ങനെ തെളിയിക്കും ഇത് ഫേക്ക് ആണ് അല്ലയോ എന്നുള്ളതൊന്നും കൃത്യമായിട്ട് ഞാനൊരു ഉത്തരം പറഞ്ഞോണ്ടിരിക്കുന്നു. അപ്പോ കൃത്യമായിട്ട് ഞാനൊരു ഉത്തരം പറഞ്ഞോണ്ടിരിക്കുന്നു. അപ്പോ എണീറ്റ് വരണ്ടേയിരുന്നു. ചേട്ടാ, നിവിൻ ചേട്ടനെതിരെ വന്ന സമയത്ത് നിവിൻ ചേട്ടൻ നേരിട്ടതുപോലെ ആയിരിക്കും ചേട്ടന് വരുന്നാല് ഇങ്ങനെ ഒരു അലിഗേഷൻ വന്നു കഴിഞ്ഞാല്? എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. കണ്ടാവനെ പോലെ ഒരു അലവലാതി ലുക്ക് ഉണ്ടെങ്കിലും ഞാൻ ശരിക്കും ഡീസന്റ്. നിയമപരമായിട്ട് പോവോ കായികപരമായിട്ട് പോവോ? നിയമപരമായിട്ടോ കായികപരമായിട്ടോ ഇവരെയൊക്കെ കൊണ്ട് ഞാൻ പോയി തല്ലിപ്പിക്കണോ? ഇവനാര്? അർണോൾഡ് ശ്വാസ്നികർ. ഞാൻ ചോദിക്കുന്നത്, ഇതുപോലത്തെ ചോദ്യം എനിക്ക് നിന്നോട് ചോദിച്ചത്. നീയാണ് സിനിമയിൽ വരികയാണെങ്കിൽ നിനക്ക് ഇതുപോലൊരു ദുരനുഭവം വരുവാണെന്നൊക്കെ എനിക്ക് ചോദിച്ചോളൂ. നീ എന്തിനാ എന്നെ വെറുതെ മാനോ മര്യാദയ്ക്ക് ജീവിക്കുന്ന ചെറുപ്പക്കാരെ പറ്റി നീ കപവാദം പറഞ്ഞു പഠിച്ചോളാം. ഞാൻ പറയും പോലെ എന്തെങ്കിലും അന്തസ്സേട്ട പെരുമാറ്റം എന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? പിന്നെ കുറെ ലാത്തി അടിക്കും, അല്പം സ്വല്പം ഓസിന്നിരിക്കും. ഞാൻ ആദ്യം പോയി അടി കൊടുക്കും, എന്നിട്ട് ഞാൻ പോയി കേസ് ആണോ? അയ്യോ, ഒന്നും പരിചയപ്പെടേണ്ടതായിരുന്നു ആ ഗുണ്ടിയെ. എന്റെ അഭിപ്രായം എങ്ങനെയാണ്? ഞാൻ നിയമത്തിന്റെ വഴിക്ക് ഓടും. ഞങ്ങള് പാവങ്ങളാ. നമ്മള് പ്രതീക്ഷിക്കാത്ത ആളുകളാണ് ഇപ്പൊ അലിഗേഷൻ വന്നോണ്ടിരിക്കുന്നത്. അപ്പം നാളെ ഒരാൾ ധ്യാൻ ചേട്ടന്റെ പേര് പറഞ്ഞൂടാ എന്നില്ലല്ലോ. അയ്യോ, എന്താ പാപ്പ? എനിക്കൊന്നുമില്ല. ആ ചറ്റിയോടൊന്നും വായടയ്ക്കാൻ പറ. വെറുതെ ഓരോന്ന് പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിക്കാൻ. നിന്റെ ചാല ഞാൻ മുടിക്കും. എനിക്ക് ആ പെണ്ണിന്റെ സ്വഭാവത്തെ പിടിക്കില്ല കേട്ടോ. ഇങ്ങനെ ചോദിച്ചതിന് നിന്നെ ഞാൻ കായികമായി നേരിടണോ? കാരണം കുട്ടി നോക്കി കൊടുക്കളിയാ. അല്ല, ദേഷ്യം പോണ്ടേ? ധ്യാൻ ചേട്ടാ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി ഏതാണെന്ന് അറിയാമോ? എനിക്കറിയണ്ട. ഒന്നും വേണ്ടായിരുന്നു. കോട്ടെ സാരല്ല, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം.